ജാനകി, മൈഥിലി, വൈദേഹി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ത്രിലോകസുന്ദരിയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മപത്നിയുമായ സീതാദേവിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രമാണ് സീത. ലക്ഷ്മി ദേവിയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്ന സീത സമർപ്പണത്തിനും ആത്മത്യാഗത്തിനും വിശുദ്ധിക്കും പേരുകേട്ടവളാണ്. സീതാദേവിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം കഥകൾ പ്രചാരത്തിലുണ്ട്. അവയിൽ ചിലത് ഇങ്ങനെയാണ്. ഒരിക്കൽ രാവണൻ വേദവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ രാവണനെ ശപിക്കുകയും തുടർന്ന് സ്വയം തീ കൊളുത്തുകയും ചെയ്തു. പിന്നീട് അവൾ പ്രതിജ്ഞ ചെയ്തതുപോലെ മറ്റൊരു യുഗത്തിൽ തിരിച്ചു വരികയും രാവണന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അതാണ് സീതാദേവി. ഇനി മറ്റൊരു കഥ ഇതാണ്. മണിവതി എന്നൊരു യുവതിയുടെ സന്യാസം ഒരിക്കൽ രാവണൻ തടസ്സപ്പെടുത്തുകയുണ്ടായി. ഇതിനവൾ പ്രതികാരം ചെയ്യുന്ന പ്രതിജ്ഞയെടുത്തു. അങ്ങനെ രാവണന്റെയും മണ്ഡോദരിയുടെയും മകളായി മണിവതി പുനർജനിച്ചു. എന്നിരുന്നാലും ഈ കുട്ടി കാരണം രാവണന് നാശമുണ്ടാകുമെന്ന് ജ്യോതിഷികൾ പ്രവചിച്ചു. അതിനാൽ രാവണൻ കുട്ടിയെ കൊന്നുകളയാൻ ഉത്തരവിടുന്നു. തുടർന്ന് അവളെ ദൂരദേശത്ത് അടക്കം ചെയ്യാൻ കൽപ്പിച്ചു. അവിടെ വെച്ച് അവളെ ജനകൻ കണ്ടെത്തി ദത്തെടുക്കുകയും ചെയ്യുന്നു. സീതയ്ക്ക് പ്രായപൂർത്തിയായപ്പോൾ ജനക രാജാവ് തൻ്റെ തലസ്ഥാനത്ത് ഒരു സ്വയംവര ചടങ്ങ് നടത്തി. ത്രയംബകം എന്ന ശൈവജാപം കുലയ്ക്കാൻ കഴിയുന്നയാൾക്ക് സീതയെ വിവാഹം കൽപ്പിച്ചു കൊടുക്കുമെന്ന് പറയുകയും ചെയ്തു. പല രാജാക്കരും ശ്രമിച്ചു പരാജയപ്പെട്ടു. ഒടുവിൽ ശ്രീരാമൻ വില്ല് കുലയ്ക്കുകയും ചെയ്തു. ശ്രീരാമൻ വില്ലിൻ്റെ മധ്യഭാഗം പിടിച്ചെടുത്ത് ചരട് വലിക്കാനാഞ്ഞപ്പോൾ തന്നെ വില്ല് രണ്ടായി പിളർന്നു. അങ്ങനെ ജനകൻ രാമനെ സീതയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. രാമൻ വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ലക്ഷ്മണനും സീതയും ഒന്നിച്ചു പോകാൻ തയ്യാറാവുകയും തുടർന്ന് ഒപ്പം പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ വനവാസത്തിനിടയിൽ ഒരു ദിവസം രാവണൻ സീതയെ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് തട്ടിക്കൊണ്ടുപോയി. തടയാൻ ശ്രമിച്ച ജടായുവിൻ്റെ ചിറകുകളും രാവണൻ അരിഞ്ഞു. തട്ടിക്കൊണ്ടുപോയി ലങ്കയിലെത്തിച്ച സീതയെ പിന്നീട് ഹനുമാൻ കടൽ ചാടിക്കടന്നുപോയി കാണുകയും വാനരന്മാരുടെ സഹായത്തോടെ കടലിന് കുറുകെ പാലം നിർമ്മിച്ച് ലങ്കയിലെത്തി യുദ്ധം ജയിച്ച് സീതയെ ശ്രീരാമൻ രക്ഷിക്കുകയും ചെയ്തു. തൻ്റെ പാതിവൃത്യം തെളിയിക്കാൻ സീതാദേവി പിന്നീട് അഗ്നിപരീക്ഷ പോലും ചെയ്യുകയുണ്ടായി. തുടർന്ന് അവർ അയോധ്യയിലേക്ക് മടങ്ങിയെങ്കിലും അവിടുത്തെ ചിലർക്ക് രാവണന്റെ തടവിൽ കഴിഞ്ഞ സീതയെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പെട്ടെന്ന് വ്യക്തമായി. ഒരു രാജാവ് എന്ന നിലയിൽ തൻ്റെ പ്രജകളെ സന്തോഷിപ്പിക്കണമെന്ന് തോന്നിയ രാമൻ സീതയെ അയോധ്യയ്ക്ക് പുറത്തുള്ള ഒരു വനത്തിൽ കൊണ്ടുപോയി വിടാൻ ലക്ഷ്മണനോട് ഉപദേശിച്ചു. അങ്ങനെ സീത രണ്ടാമതും വനവാസത്തിന് നിർബന്ധിതയായി. ഗർഭിണിയായിരുന്ന സീത വാൽമീകിയുടെ ആശ്രമത്തിൽ അഭയം തേടുകയും അവിടെ വെച്ച് ലവൻ, കുശൻ എന്നീ ഇരട്ട പുത്രന്മാരെ പ്രസവിക്കുകയും ചെയ്തു. പിന്നീടൊരിക്കൽ ശ്രീരാമൻ പുത്രന്മാരെ സ്വീകരിച്ചപ്പോൾ സീത തൻ്റെ അമ്മയായ ഭൂമിയുടെ കരങ്ങളിൽ അഭയം തേടി. അപ്പോൾ ഭൂമി രണ്ടായി പിളർന്ന് സീതയെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഭൂമിപുത്രിയായി വന്ന സീത അവസാനം ഭൂമിയിലേക്ക് തന്നെ മടങ്ങി.